2013 തൊട്ട് 2022 വരെ DC യൂണിവേഴ്സിൽ കണ്ടു മറന്ന സൂപ്പർ ഹീറോ ആയ സൂപ്പർമാൻ അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ സൂപ്പർമാൻ സിനിമയിൽ പുതിയ സൂപ്പർ ഹീറോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇത് കണ്ടിട്ട് കുറച്ച് 2K കിഡ്സ് അല്ലെങ്കിൽ ന്യൂ ബേബീസ് എന്ന് പറയും പറയാം, അവര് നമ്മുടെ പഴയ സൂപ്പർമാനെ ഒന്നിട്ട് ഹരാസ് ചെയ്യുമ്പോഴാണ് അവർ ഓരോ കാര്യങ്ങളും റീൽസ് ആയിട്ടും ട്രോൾസ് ആയിട്ടും ഇറക്കുന്നത്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പറയാൻ, നമ്മളൊക്കെ എന്താ പറയാ, ഈ സൂപ്പർമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ തന്നെ ഹെൻറി കാവിലിന്റെ ആ ഒരു സൂപ്പർമാൻ. കാരണം ആൾ അതിനു വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആള് ചെയ്തിട്ടില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ ആൾ അത്രയും വർക്ക് ചെയ്ത് എന്താ പറയാ, ആ ബോഡി സൂപ്പർമാൻ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് പവർ അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ക്യാരക്ടറിലാണ് ആദ്യം തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ മൂവി നൈസാണ്, ഓക്കെ ആണ്, അതിൽ കുറെ നല്ല നല്ല എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ എന്ന് പറയുന്ന ആ പട്ടിയൊക്കെ കൊണ്ടുവന്നത് നൈസാണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഒരു സൂപ്പർമാൻ ഹെൻറി കാവിൽ എന്ന് പറയുന്ന ഒരാൾ ആ മാൻ ഓഫ് സ്റ്റീലില് ഉണ്ടാക്കിയ ആ ഒരു ഓളം അത് ഒരു ഇതാണ്. പക്ഷെ ഇന്ന് കുറെ എണ്ണം തന്നെ എന്താ പറയും, ആ ഒരു സൂപ്പർമാൻ ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ എന്തോ ഹോം ലാൻഡർ എന്ന രീതിയിലാണ് കാണുന്നത്. ഹോം ലാൻഡറിനെ പോലെ എന്താ കുറെ ക്രൂരതകൾ ചെയ്യുന്ന, എന്താ ആ ക്യാരക്ടറിനെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ഉണ്ട്. അതൊക്കെ എന്താ പറയാ, നമ്മുടെ ഒരു സൂപ്പർമാനെ ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു സ്ട്രക്ചർ ഇപ്പോഴത്തെ നൈസാണ്, ഇല്ലെന്നല്ല, കുറെ നല്ല നല്ല എലമെന്റ്സ്, കുറച്ചുകൂടെ ഈ കോമിക്സുമായി കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ബട്ട് സ്റ്റിൽ എന്നും പറഞ്ഞ് മറ്റേനെ എന്താ പറയാ കളിയാക്കാനും അതിനെ എന്താ പറയാ, അതായത് ഇപ്പം പുതിയതിനെ കിട്ടിയോ പഴയതിനെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അത് ഒട്ടും ശരിയായി തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, മാൻ ഓഫ് സ്റ്റീൽ ആയാലും ഇതിന് ശേഷമുള്ള ഫിലിംസിലായാലും ഒക്കെ ഹെൻറി കാവില്, പ്രത്യേകിച്ച് നമ്മളെ സൂപ്പർമാൻ ബാറ്റ്മാൻ, അത് ഒന്നൊന്നര സാധനമാണ്. അതില് അങ്ങനത്തെ ഒരാളെ ഇങ്ങനെ ഇപ്പൊ ഒറ്റ അടിക്ക് ഈ ഒരു പുതിയ മൂവി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്താ പറയാ, മറ്റേ ഹോം ലാൻഡർ ആക്കിയാണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ അവര് ചെയ്തോണ്ടിരിക്കുന്നത്. കുറെ, എല്ലാരും അല്ല, കുറച്ച് പേര്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രോൾസ് ആയിട്ട് റീൽസ് ആയിട്ട് ഇപ്പൊ ഫുള്ള് ട്രെൻഡിങ് ഇപ്പൊ അതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പൊ പുതിയ സൂപ്പർമാനെ മതി. കാരണം ആ ഒരു പഴയ സൂപ്പർമാൻ, അതായത് ഹെൻറി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി 42 വയസ്സുണ്ട്. 42 വയസ്സിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബോഡി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സൂപ്പർമാൻ എന്ന മൂവിയില് ട്രെയിനർ പറയുന്ന ആ ഒരു ഫിഗറിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റെറോയിഡ് എടുക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ടും വേണ്ട, ഞാൻ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ഇപ്പോഴും അതിന്റെ റീൽസ് കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതും അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2013 തൊട്ട് കാണാൻ തുടങ്ങിയ ഒരു സീരീസാണ്. 2022 ഇദ്ദേഹം മാറുന്നത്. അത് പുതിയൊരു ക്യാബിൻ ക്രൂ എന്നതിന് ശേഷമാണ് മാറുന്നതെന്ന് പറയുന്നു. അതിനെപ്പറ്റി വ്യക്തത അറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കൊച്ചു പിള്ളേർ വന്നിട്ട് ഇവന് ഒരുമാതിരി പോലെ ആക്കിയാണ്, തീരെ എന്തോ വൾഗറായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, സൂപ്പർമാൻ ക്യാരക്ടറിനെ ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരുപാട് പേര്, ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുന്ന കുറെ പേരുണ്ട്. അതൊക്കെ എന്തോ അല്ലേ, ഒരു ലോജിക് ഇല്ലായ്മ ചിന്തിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു പുതിയ ഒരു സാധനം കിട്ടിയപ്പോൾ കൊള്ളാൻ കേട്ടോ, സിനിമ കണ്ടതാണ്, അത്യാവശ്യം നൈസാണ്, കുറ്റമൊന്നും പറയാനില്ല. പക്ഷെ എന്നും പറഞ്ഞ അന്നത്തെ സംഭവം മോശം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ ഒരു ബിഗ്ഗസ്റ്റ് വാട്ടിപ്പ് എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയാണ് നമുക്കിനി ഒരിക്കലും അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ ബ്ലാക്ക് ആഡം, റോക്ക് അറിയല്ലോ, ഡ്വെയ്ൻ ജോൺസൺ അഭിനയിച്ച സിനിമ. അതില് ബ്ലാക്ക് ആഡത്തിന്റെ അവസാനം നമ്മുടെ സൂപ്പർമാന്റെ ഒരു എൻട്രി ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് ഒന്ന് അങ്ങനെ നോക്കാന്ന് പറയുന്ന ഒരു സീനോടെയാണ് ഫിലിം അവസാനിക്കുന്നത്, ബ്ലാക്ക് ആഡം. പക്ഷെ അതിനി എന്താ, നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല. എങ്ങനെ കിട്ടാനാണ്, ആള് പോയില്ലേ. അതങ്ങനെ ഒരു ബിഗ് വാട്ടിഫായി കിടക്കുകയാണ്. എന്താ ഒരു ചോദ്യചിഹ്നം പോലെ. എന്തായിരിക്കുമായിരുന്നു അടുത്തൊരു സ്റ്റോറി ലൈൻ, അത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ഒരു സൂപ്പർമാൻ എന്ന് പറയുന്ന എല്ലാരും ഹോംലാൻഡറെ പോലെ ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ ബാറ്റ്മാൻ്റെ കൂടെ, ബാറ്റ്മാൻ ഇങ്ങനെ മുഖത്തിട്ട് അതൊക്കെ ഇതിലാണ് ആദ്യം 2-3 പിന്നെ നോട്ടം നോക്കും. ഞാൻ അത് കണ്ടിട്ടുള്ളതിൽ വിജയുടെ തുപ്പാക്കി എന്ന് പറഞ്ഞ, തുപ്പാക്കിയല്ല കത്തി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇങ്ങനെ വിജയ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു നോട്ടവും സൂപ്പർമാൻ കണ്ട് പേടിച്ചൊന്ന് ബാക്കിലോട്ട്, അതൊക്കെ റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്സ് ആണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേർ വന്നിട്ട് അങ്ങനെ പല, ഞാൻ പറഞ്ഞ പോലെ മാൻ ഓഫ് സ്റ്റീൽ തന്നെ എത്ര തവണ കണ്ടിട്ടുണ്ടാവും നമ്മളൊക്കെ.
എപ്പോഴായാലും ഒരു വർഷം ഞാനൊക്കെ ഒരു 1.5 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ കാണും. കാരണം നൈസാണ്. കാരണം നമ്മളൊരു ഫീൽ ഗുഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിലായിട്ടൊന്നും പോകും. പിന്നെ അത് നമ്മുടെ ക്രിസ്റ്റഫർ നോളനും അതേപോലെ മറ്റേ ഹാൻസ് സിമ്മറും കൂടെ ഒക്കെ യൂസ് ചെയ്യാം. അത് അതിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിന്റെ സംശയം വേണ്ട. എന്തായാലും ഇപ്പോഴത്തെ കൊള്ളാം, മോശമൊന്നല്ല കേട്ടോ. കണ്ട് ഓക്കെ, അത്യാവശ്യം നൈസാണ്, കൊള്ളാം, ക്യാരക്ടർ കൊള്ളാം, പുതിയ ആളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഴയ ആളെ ഇങ്ങനെ കളിയാക്കുന്നത്, അല്ലെങ്കിൽ എന്താ ആ ക്യാരക്ടറിന് ഇല്ലാതെ ഇത്രയും കാലം ഇല്ലാത്ത പരാതിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ 2022 വരെ ഇല്ലാത്ത പരാതിയാണ് കുറെ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല. അതാണ് എന്റെ കാര്യം. സോ എന്തായിരുന്നാലും നിങ്ങൾ ഈ സിനിമ സൂപ്പർമാൻ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഈവൻ നമ്മൾ ഈ പഴയതിന് കളഞ്ഞിട്ട് പുതിയതിലോട്ട് വരുമ്പോൾ പഴയതിനെ കുറ്റം പറയുന്ന കുറച്ച് പരിപാടിയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. അത് ഫിലിം ഇൻഡസ്ട്രിയിൽ നോർമലി ഉള്ളതാണ്. പക്ഷെ ഇത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഫിലിം ആക്ടേഴ്സിനെ പറ്റി ഇങ്ങനെ ഒരു ട്രോൾസ് മേംസ് ഇറക്കുന്നത് അത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. സോ അടുത്തിടെ കാണുന്നതായിരിക്കും. ബൈ.